നേതാക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു തെറ്റും ചെയ്യാത്ത കന്യാസ്ത്രീമാരെ എന്തിന് ജയിലിലടച്ചു എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ചില തെറ്റുകൾ ചെയ്തു. അവർ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആർക്കും വേണ്ടാതെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ അവർ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കളെ അവർ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. തെറ്റാണ്. ഒരു ചികിത്സയും കിട്ടാതെ നടന്നവരെയൊക്കെ അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ അവർ സഹായിച്ചു. തെറ്റാണ്. അക്ഷരമറിയാത്തവരെ അക്ഷരം പഠിപ്പിച്ചു. തെറ്റാണ്. ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് അറിയാത്തവരെ ജീവിതത്തെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിച്ചു. തെറ്റാണ്. പല തെറ്റുകൾ ചെയ്തതിന്റെ പേരിലാണ് അവരെ ജയിലിലടച്ചിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം തെറ്റാണെങ്കിൽ അവർ തെറ്റുകൾ ചെയ്തു. അത് തെറ്റാണോ എന്നതാണ് ചോദ്യം. ആരുമില്ലാത്ത ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് തെറ്റാണോ? തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ വാരിയെടുക്കുന്നത് തെറ്റാണോ? കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കുന്നത് തെറ്റാണോ? രോഗികൾക്ക് സൗഖ്യം നൽകാൻ ശ്രമിക്കുന്നത് തെറ്റാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? നമ്മുടെ ഈ നാട്, ഈ പുത്തൻകാവ് അമ്പലവും ഈ ദേവാലയവും തമ്മിൽ എത്ര സൗഹൃദത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അമ്പലത്തെ ഉത്സവത്തിന് നമ്മൾ വന്ന് പങ്കെടുക്കും. ഞാൻ പങ്കെടുത്തു. ഈ പള്ളിയിലെ തിരുനാളിന് നമ്മൾ അവരെ ക്ഷണിച്ചു. അവർ വന്ന് പങ്കെടുത്തു. ഒരു ക്രിസ്തുമസ് വരുമ്പോൾ നമ്മൾ കേക്കുമായി അവരെ കാണാൻ ചെന്നു. അവിടെ ഒരുമിച്ചിരുന്ന് കേക്ക് മുറിച്ചു. ഒരു ഹൈന്ദവ സഹോദരന്റെ കിഡ്നി മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ എത്രയോ ലക്ഷങ്ങൾ ഒരുമിച്ച് പിരിച്ചെടുത്തു. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷം തകർക്കുന്നവരെ തളയ്ക്കുകയാണ് വേണ്ടത്. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ആരായാലും അവരെ തളയ്ക്കണം. അതിനാരും ചൂട്ടുപിടിക്കരുത്. അത് നമ്മുടെ നാടിന്റെ ആണെങ്കിലും നമ്മുടെ ദേശത്തിന്റെ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ ആണെങ്കിലും ഓരോ ഇടത്തും അതിന് പോന്നവരുണ്ട്, ഭരണാധികാരികളുണ്ട്. അവരുടെ ഉത്തരവാദിത്വമാണത്. അവർ നമ്മുടെ ഭരണഘടനയിൽ തൊട്ടെടുത്ത പ്രതിജ്ഞയാണത്. ഭീതിയോ പ്രീതിയോ പക്ഷഭേദമോ ഇല്ലാതെ എല്ലാവർക്കും നീതി നടപ്പാക്കി കൊടുക്കാമെന്ന് അവരെടുത്ത പ്രതിജ്ഞയാണത്. ആ പ്രതിജ്ഞ പാലിക്കപ്പെടണം. എല്ലാവരും ജീവിക്കട്ടെ സൗഹൃദത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ. അതല്ലേ നമ്മുടെ നാടിന് വേണ്ടത്. അതല്ലേ ഐശ്വര്യം. സമാധാനം വേണമെന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരല്ലോ. നമ്മുടെ പ്രവർത്തികളിലൂടെ അത് സംജാതമാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കില്ലേ. അതുകൊണ്ട് ഉത്തരവാദിത്വം കയ്യേറുന്ന ഭരണാധികാരികളോടാണ് നമ്മുടെ ചോദ്യവും അഭ്യർത്ഥനയും. എല്ലാവർക്കും ഒരുപോലെ നീതി നടപ്പാക്കുക. ആരെയും അകാരണമായി ശിക്ഷിക്കാതിരിക്കുക. പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നന്മ വരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി തെളിച്ചു കൊടുക്കുക. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. തെരുവിൽ അലയുന്നവരെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഗാന്ധിജി വിഭാവനം കണ്ട ഒരു നല്ല ഭാരതം, എല്ലാവർക്കും ഇടമുള്ള ഭാരതം, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഭാരതം, എല്ലാവരും സ്നേഹത്തിലും സമാധാനത്തിലും കഴിയുന്ന ഭാരതം, അത് പടുത്തുയർത്തുക എന്നതാണ് ഓരോ ഭരണാധികാരിയുടെയും ഉത്തരവാദിത്വം. അതിലേക്കാണ് നമ്മുടെ നാട് ഉണരേണ്ടത്. അതിലേക്കാണ് ഉത്തരവാദിത്വമുള്ളവർ ഉണർത്തേണ്ടത്. അതിന് വിഘാതമുണ്ടാക്കുന്നവരെ തളയ്ക്കാനും തിരുത്താനും കെൽപ്പ് ഭരണം കൈയാളുന്നവർക്കുണ്ടാകണം എന്ന അഭ്യർത്ഥനയോടെ, ആവശ്യത്തോടെ, ഞങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ തിരിച്ചറിയണമെന്ന അഭ്യർത്ഥനയോടെ എന്റെ വാക്കു ചുരുക്കുന്നു. നീതി പ്രതീക്ഷിക്കുന്നു. സത്യം വിജയിക്കട്ടെ.